ക്ലൈമാക്സ് കൊള്ളാം, ത്രില്ലറാണ്. പിന്നെ സുരേഷ് ഗോപിയുടെ മോൻ്റെ അഭിനയം കൊള്ളാം. പിന്നെ കിഡിലും ഡയറക്ഷൻ. ഒരു ഫസ്റ്റ് ഹാഫ് അത്ര വലിയ നമുക്ക് തോന്നുന്നില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് കയറി കഴിയുമ്പം ത്രില്ലറും അവസാനം വരുന്ന ക്ലൈമാക്സും ഭയങ്കര കിഡിലാണ്. എന്തായാലും പോയി കാണാനുള്ളതുകൊണ്ട് കൊള്ളാം. നല്ല മൂവിയായിരുന്നു. നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു. എനിക്ക് ഇച്ചിരി ഒരു ലാഗുള്ളതുപോലെ തോന്നിയാൽ പോലും പക്ഷെ നല്ല സ്ക്രീൻ പ്ലേ. പിന്നെ ഗൗതം മേനോൻ്റെ ഒരു ഫിറ്റ്നസ് ഉള്ളതുകൊണ്ട് സിനിമ നല്ല രസമായിരുന്നു കാണാൻ. മമ്മൂട്ടിയായിരുന്നാലും ഗോകുലായിരുന്നാലും നല്ല നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അതാ പറഞ്ഞത്, സ്ക്രീൻ പ്ലേ വളരെ നല്ല രസം. നമ്മൾ ഒരു പോയിന്റിലെത്തുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് മനസ്സിലായി ചിലപ്പോൾ ഈ ഒരു ആംഗിളിലേക്ക് പോവുകയാണോ, ചിലപ്പോൾ ഒരു അവസാനത്തെ 15-20 മിനിറ്റ്സ് ആകുമ്പോൾ മനസ്സിലാവും. പക്ഷേ ബിക്കോസ് ഇറ്റ് വാസ് സച്ച് എ ഗുഡ് സ്ക്രീൻ പ്ലേ, ഒരുപാട് ലാഗ് വരുന്ന സ്ഥലത്ത് പോലും നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. സോ ഹാറ്റ്സ് ഓഫ് ടു ഹു വാസ് റിട്ടൺ ആൻഡ് ഗൗതം മേനോൻ നല്ലപോലെ ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്. കൊടുത്തേക്കുന്ന ഇതായിരുന്നു ലാവെൻഡറും പിങ്കും അത് വെജിറ്റബിൾസ്, അത് തന്നെ ഭയങ്കര ഇൻട്രീഗിങ് എനിക്ക് തോന്നി. അപ്പോൾ അതൊരു മിസ്റ്ററി ജാണറിൽ പോകുമ്പോൾ എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യുന്നുള്ള കാര്യം വളരെ ഇൻട്രീഗിങ് ആണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടല്ലോ. നല്ല സിനിമ. മമ്മൂട്ടി വീണ്ടും നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എടുത്തു പറയാൻ ഒരു വെറൈറ്റി ചിത്രം ഇറക്കി, ഒരു പരീക്ഷണ ചിത്രം ഇറങ്ങി വീണ്ടും വിജയിപ്പിച്ചുകൊണ്ടിരിക്കണം. പിന്നെ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി പടം കാണാനായിട്ട് നല്ല കോമഡി പടം കാണാനായിട്ട് വരരുത്. ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നല്ല എൻഗേജിങ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. പിന്നെ ലാഗൊന്നുമില്ല, നല്ല സിനിമയാണ്. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ എവിടെയൊക്കെയോ കണ്ടു പറഞ്ഞിരുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. പക്ഷെ കൊള്ളാം, വൺ ടൈം വാച്ചബിളാണ്. എടുത്തു പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തില്ല. മമ്മൂട്ടിയുടെ ആക്ടിങ് അല്ലാണ്ട് എടുത്തു പറയാൻ. പിന്നെ ആ പുള്ളിക്കാരനെ ഓപ്പോസിറ്റ്